അതുല്യമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് സതീഷ്. രണ്ടാമത്തെ കുഞ്ഞിനെ വേണ്ടെന്ന് വച്ചത് വിഷമമുണ്ടാക്കി. അതുല്യ തന്നെയും ഉപദ്രവിക്കാറുണ്ടായിരുന്നു. അജ്മാനിൽ പോയി മദ്യപിച്ച് തിരിച്ചു വന്നപ്പോഴാണ് മൃതദേഹം കണ്ടതെന്നും സതീഷ് പറഞ്ഞു. കഴിഞ്ഞ നവംബറിൽ അതുല്യ പ്രഗ്നൻ്റ് ആയിരുന്നു. 2-3 months പ്രഗ്നൻ്റ് ആയിരുന്നു. അവൾ നാട്ടിലോട്ട് പോയി. എൻ്റെ പെർമിഷൻ ഇല്ലാതെ അവൾ അബോർട്ട് ചെയ്തു. എന്തിനാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ആഘോഷം നടന്നത് എന്തിനാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അതുല്യം ഭയങ്കര പൊസസീവ്നെസ് ആണ്. ഞാനും അത് തന്നെയാണ്. അപ്പം ഞാനൊരാളുടെ മിണ്ടുന്നതോ അല്ലെങ്കിൽ ഞാനൊരു കൂട്ടുകാരോടെ പോകുന്നതോ പുറത്തു പോയി കഴിക്കുന്നതോ റിലേറ്റീവ്സിൻ്റെ കൂടെ പോയി കാണിക്കുന്നതൊന്നും അതുല്യക്ക് ഇഷ്ടമല്ല. അതിൻ്റെ പേരിൽ തന്നെ എനിക്കിപ്പം എൻ്റെ അമ്മയോട് പോലും ഞാൻ മിണ്ടാറില്ല. അന്ന് നടക്കുമ്പോൾ ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ അവളിങ്ങനെ ഫാനിൽ ഹാങ് ചെയ്തിട്ട് കാല് പൊക്കാവുന്ന രീതിയിൽ കാല് മടങ്ങി ഒക്കെ നിൽക്കായിരുന്നു. ആ ലെവലാണ് ഞാൻ കാണുന്നത്. ഷാർജയിൽ നിന്ന് ഷിനോജ് ഷംസുദ്ദീൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ഷിനോജ്, മദ്യപിക്കാറുണ്ടായിരുന്നു, അതുല്യെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ സതീഷ് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ മരണവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് സതീഷ് പറയുന്നത്? സതീഷ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചപ്പോൾ പറയുന്നത് സതീഷിനും ഈ മരണത്തിൽ ചില സംശയങ്ങളുണ്ട്. സതീഷ് തിരിച്ചു വരുമ്പോൾ വാതിൽ തുറന്ന നിലയിലായിരുന്നു. അകത്ത് ഒരു കത്തി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഭാരമേറിയ കട്ടിൽ നീക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അകത്ത് ഒരു മാസ്ക് ഉണ്ടായിരുന്നു. താനോ അല്ലെങ്കിൽ അതുല്യോ ഉപയോഗിക്കുന്ന മാസ്ക് അല്ല അത്. അക്കാര്യത്തിൽ തനിക്കും ചില സംശയങ്ങളുണ്ട്. ആത്മഹത്യ ചെയ്യുന്ന ഒരു വ്യക്തിത്വമേ അല്ല അതുല്യ. വളരെ ബോൾഡായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒന്നുകിൽ എന്നെ പേടിപ്പിക്കാനായിട്ട് ആത്മഹത്യക്ക് ശ്രമിക്കുന്നതിനിടയിൽ ഒരു അബദ്ധം പറ്റി, അല്ലെങ്കിൽ മറ്റാരോ ഈ കൃത്യം ചെയ്തു എന്നുള്ളതാണ് സതീഷ് പറയുന്നത്. ഇതിൽ വ്യക്തമായ അന്വേഷണം വേണമെന്ന് സതീഷ് ആവശ്യപ്പെടുന്നുണ്ട്. ഷാർജ പോലീസിനോടും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഫ്ളാറ്റിലെ CCTV അടക്കമുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം പറയുന്നത് താനും ഇവരും തമ്മിൽ, അതുല്യയും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും പരസ്പരം വളരെ സ്നേഹത്തിലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വഴക്കുകൾ ഉണ്ടാകും. പരസ്പരം ഉപദ്രവിക്കുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ജീവനായിരുന്നു. രണ്ടാമതൊരു കുഞ്ഞുണ്ടാകുന്നത് ഇവർ കാത്തിരിക്കുന്നിരുന്നു. പക്ഷേ സതീഷിൻ്റെ അനുമതിയില്ലാതെ ആ കുഞ്ഞിനെ നാട്ടിൽ പോയി അതുല്യ ഒഴിവാക്കി എന്നൊരു ആരോപണം സതീഷ് ഉന്നയിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഇവർ തമ്മിലുള്ള വഴക്ക് കൂടുതൽ ശക്തമാകുന്നത്. ഇതിനെ ചൊല്ലി പലപ്പോഴും വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് സതീഷ് പറയുകയാണ്. അതുപോലെ തന്നെ ഷിനോജി, അതായത് പിറന്നാൾ ദിവസം അന്ന് രാത്രി എന്തെങ്കിലും ഒരു പ്രത്യേക സംഭവ വികാസം ഉണ്ടായി, അല്ലെങ്കിൽ ഇവർ തമ്മിൽ വഴക്കുണ്ടായി തുടങ്ങിയ കാര്യങ്ങൾ എന്തെങ്കിലും സൂചിപ്പിക്കുന്നുണ്ടോ? അതും ഇദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. പിറന്നാൾ ദിവസം അനിയത്തിയുടെ വീട്ടിൽ പോയി തിരിച്ചു വന്നു. നാളെ പുതിയ ജോലിക്ക് ചേരാനായിട്ട് കാശ് കൊടുത്തു. അങ്ങോട്ട് പോകാനായിട്ട് ഒരു പാകിസ്ഥാനിയുടെ ടാക്സി തയ്യാറാക്കി കൊടുത്തു. അതിനുശേഷമാണ് ഇവർ തമ്മിൽ ചെറിയ വാക്ക് തർക്കമുണ്ടായി. താൻ അജ്മാനിൽ സുഹൃത്തുക്കൾക്കൊപ്പം മദ്യപിക്കാനായി പോയി. ആ യാത്രയിൽ ഒരു വീഡിയോ അതുല്യ സതീഷിന് അയച്ചു. അത് തൂങ്ങി മരിക്കാൻ പോകുന്നു എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഉടനെ അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ കാണുന്നത് ഇവർ മരിച്ചു കിടക്കുന്നതാണ് എന്നാണ്. പക്ഷേ അപ്പോഴും അത് ആത്മഹത്യയല്ല എന്ന് വിശ്വസിക്കുന്നു എന്നാണ് സതീഷ് പറയുന്നത്. ഒരു കൊലപാതകമാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പുറത്തു നിന്നാരോ വന്നതായി സംശയമുണ്ട് എന്നൊക്കെ സതീഷ് ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ജിൽസി, ഷിനോജ്, അപ്പോൾ തന്നെ മറ്റ് നിയമ നടപടികളിലേക്ക് അവിടെയുള്ള കുടുംബാംഗങ്ങൾ കടന്നിട്ടുണ്ട്. അത്തരത്തിൽ സഹോദരി, ഭർത്താവും സഹോദരിയും ഒക്കെ അവിടെയുണ്ട്. അവരേതെങ്കിലും തരത്തിലുള്ള നിയമ നടപടി സ്വീകരിക്കും എന്നുള്ള സൂചനകൾ നൽകുന്നുണ്ടോ? സഹോദരിയും സഹോദരി ഭർത്താവും ഷാർജ ഇന്ത്യൻ അസോസിയേഷന് ബന്ധപ്പെട്ടിട്ടുണ്ട്. നാളെ ഷാർജ പോലീസിലേക്ക് സഹോദരിയും സഹോദരി ഭർത്താവും പോകുന്നുണ്ട്. അതിനുശേഷം വീണ്ടും അവർ ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ വരും. അവിടെ നിന്ന് ദുബായ് കോൺസുലേറ്റിൽ പോയി ഇത് സംബന്ധിച്ച പരാതി, തങ്ങളുടെ കയ്യിലുള്ള തെളിവുകൾ ഒക്കെ കൈമാറും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോ തെളിവുകൾ പലപ്പോഴായി ചിത്രീകരിച്ചിട്ടുള്ളത് അതുല്യ തന്നെയാണ്. പരസ്പരം അങ്ങോട്ടും പീഡിപ്പിക്കുന്ന ചില ദൃശ്യങ്ങൾ പലപ്പോഴും പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ അതുല്യ തന്നെ ചിത്രീകരിച്ചതാണ് എന്ന് സതീഷ് പറയുന്നുണ്ട്. ഇതെല്ലാം കുടുംബം അടുത്ത ദിവസം ഷാർജ പോലീസിന് കൈമാറുമെന്നാണ് അറിയുന്നത്. ജിൽസി.